ഹായ്. കെമിസ്ട്രി എക്സാം ഒക്കെ കഴിഞ്ഞ് എല്ലാവരും ആ ഒരു ആശ്വാസത്തിലായിരിക്കും ഇരിക്കുന്നത്. ഒരു 95% സ്റ്റുഡൻസിനും വളരെ ഈസി ആയിരുന്നു കെമിസ്ട്രി എക്സാമിനേഷൻ. അപ്പോൾ അതിന്റെ ഒരു സന്തോഷം എനിക്കുമുണ്ട്. ബയോളജിയും അങ്ങനെ തന്നെ ആയിരിക്കണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ബയോളജിയിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ്. നിങ്ങൾക്കറിയാം, ആദ്യത്തെ സെക്ഷനിൽ വരുന്നത് കൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചാപ്റ്ററിലാണ് ഈ ഒരു ചാപ്റ്റർ വരുന്നത്. അതിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്ഷൻ ആണ് പോളിനേഷൻ എന്ന് പറയുന്നത്. പോളിനേഷൻ പഠിക്കാൻ വളരെ ഈസിയുമാണ്, എന്നാൽ അതിൽ നിന്ന് നല്ല മാർക്കിന് ക്വസ്റ്റ്യൻ വരികയും ചെയ്യും. നമുക്ക് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാനും സാധിക്കും. അപ്പൊ അതുകൊണ്ട് വളരെ ഈസി ആയിട്ടുള്ള ആ ടോപ്പിക്ക് നിങ്ങൾ വെറുതെ കളയരുത് എന്നുള്ള അർത്ഥത്തിലാണ് ഞാൻ ഇത് എടുക്കുന്നത്. ഇത് അറിയാവുന്ന കുട്ടികൾക്ക് ഇത് വളരെ ഈസി ആയിട്ട് തന്നെ മനസ്സിലാക്കും. ആദ്യമായിട്ട് കേൾക്കുന്നവർക്കും മനസ്സിലാകും എന്നാണ് എന്റെ വിശ്വാസം. അപ്പൊ നോക്കാം, എന്താണ് പോളിനേഷൻ അഥവാ പരാഗണം. അപ്പോ പോളിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു പൂവിൽ നിൽക്കുന്ന പൂമ്പൊടി മറ്റൊരു പൂവിലെ സ്റ്റിഗ്മയിൽ വന്ന് വീഴുന്നത്, പോളൻ ഗ്രെയിൻസ്, ആന്തറിൽ ഇരിക്കുന്ന പോളൻ ഗ്രെയിൻസ് മറ്റൊരു ഫ്ലവറിലെ സ്റ്റിഗ്മയിൽ വന്ന് വീഴുന്നു. അതിനെയാണ് നമ്മൾ പോളിനേഷൻ എന്ന് വിളിക്കുന്നത്. അത് മറ്റൊരു ഫ്ലവർ തന്നെ ആകണം നിർബന്ധമൊന്നുമില്ല, എന്തായാലും സ്റ്റിഗ്മയിൽ വന്ന് വീഴണം. സോ പോളൻ ഗ്രെയിൻസ് ഫ്രം ദി ആന്തർ, അത് സ്റ്റിഗ്മയിലേക്ക് വന്ന് വീഴുന്ന പ്രോസസ്, ദ പ്രോസസ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻസ് from anther to stigma is called pollination. So ഈ പോളിനേഷൻ പ്രധാനമായിട്ട് 3 ടൈപ്പ് ആണ്. ഒന്നാമത്തെ പേരാണ് ഓട്ടോഗമി. ഓട്ടോഗമി എന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിയോളൂ, ഇതൊരു ചെടിയാണെന്ന് വിചാരിക്കുക. ആ ചെടിയിൽ ഇവിടെ ഫ്ലവർ നിൽക്കുകയാണ്. അപ്പൊ ആ ഫ്ലവറിൽ ഒരു സ്റ്റിഗ്മയും ഉണ്ട്, ഒരു ആന്തറും ഉണ്ട്. അപ്പൊ ഈ ആന്തറിലെ പോളൻ ഗ്രെയിൻസ് അതിന്റെ തന്നെ സ്റ്റിഗ്മയിൽ വന്ന് വീണു എന്ന് വിചാരിക്കും. അതിലെ പോളൻ ഗ്രെയിൻ അതിലെ തന്നെ സ്റ്റിഗ്മയില്, അപ്പൊ സെയിം ഫ്ലവറിലെ പോളൻ ഗ്രെയിൻ അതിന്റെ തന്നെ സ്റ്റിഗ്മയിൽ വന്ന് വീണു. നമ്മൾ അതിനെ സെൽഫ് പോളിനേഷൻ എന്ന് ഓമന പേരിട്ട് വിളിക്കും. ആ പോളിനേഷനെയാണ് നമ്മൾ ഓട്ടോഗമി എന്ന് ടെക്നിക്കലി വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ഓട്ടോഗമി എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻ ഫ്രം ആന്തർ to stigma of the same flower of the same plant. ഒരു ചെടിയിലെ തന്നെ അതിന്റെ തന്നെ പൂവിലെ, ഒരു പൂവിലെ തന്നെ പോളൻ ഗ്രെയിൻ അതിന്റെ തന്നെ സ്റ്റിഗ്മയിൽ വന്ന് വീഴുമ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് ഓട്ടോഗമി ഓർ സെൽഫ് പോളിനേഷൻ. ഭൂമിക്ക് അല്ലെങ്കിൽ പ്രകൃതിക്ക് വലിയ താല്പര്യമൊന്നുമില്ല ഇത് സെൽഫ് പോളിനേഷൻ. അപ്പൊ സെൽഫ് പോളിനേഷനേക്കാൾ പ്രകൃതിക്ക് ഇഷ്ടം ക്രോസ് പോളിനേഷനാണ്. പക്ഷെ ചില അവസരങ്ങളിൽ ക്രോസ് പോളിനേഷൻ സാധ്യമല്ല. അതെന്താണ് ഈ അങ്ങനെ ഒരു അവസ്ഥ? അതായത് ചില ചെടികളിൽ 2 ടൈപ്പ് ഫ്ലവേഴ്സ് ഉണ്ടാകാറുണ്ട്. ഒന്നിനെ വിളിക്കുന്ന പേരാണ് ചാസ്മോഗാമസ് ഫ്ലവർ, രണ്ടാമതിനെ വിളിക്കുന്ന പേരാണ് ക്ലീസ്റ്റോഗാമസ് ഫ്ലവർ. അപ്പൊ ചാസ്മോഗാമസ് ഫ്ലവറും ക്ലീസ്റ്റോഗാമസ് ഫ്ലവറും. ചാസ്മോഗാമസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ കാണുന്ന പൂക്കളാണെങ്കിലും വിരിയുന്ന പൂക്കളാണ്. ക്ലീസ്റ്റോ എന്ന് വെച്ചാൽ അത് എപ്പോഴും ക്ലോസ്ഡ് ആയിരിക്കും, അത് ഓപ്പൺ ആവാത്ത ഫ്ലവർ ആണ്. അത് നല്ല എളുപ്പം ഓർത്ത് വയ്ക്കും. ക്ലീസ്റ്റോ ക്ലോസ്ഡ്, എളുപ്പമല്ലേ, ക്ലാ ക്ലാ ക്ലീ ക്ലീ, അപ്പൊ ഒരിക്കലും മറക്കില്ല. ക്ലീസ്റ്റോ എപ്പോഴും ക്ലോസ്ഡ് ആയിരിക്കും. അപ്പൊ ക്ലോസ്ഡ് ആയിട്ടുള്ള ഫ്ലവേഴ്സിനെയാണ് നമ്മൾ ക്ലീസ്റ്റോഗാമസ് ഫ്ലവർ. അപ്പൊ അതിന്റെ ആന്തരം, അതിന്റെ സ്റ്റിഗ്മയിൽ അതിനകത്ത് തന്നെ ആയിരിക്കും. അത്തരത്തിൽ ക്ലീസ്റ്റോഗാമസ് ഫ്ലവേഴ്സ് ഉത്പാദിപ്പിക്കുന്ന ചില ചെടികൾ ഓക്സാലിസ്, വയോള, കോമൺ പാൻസി എന്നറിയപ്പെടുന്നത്. അപ്പൊ അതൊക്കെ ടെക്സ്റ്റിൽ എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. അപ്പൊ അത്തരം ചെടികളില് ക്ലീസ്റ്റോഗാമസ് ഫ്ലവേഴ്സിനുള്ളിൽ അത് ഓപ്പൺ ആവുന്നില്ലല്ലോ. അപ്പൊ പുറത്തുനിന്ന് പോളൻ ഗ്രെയിൻസിന് വന്ന് വീഴാൻ സാധിക്കുമോ? ഒരിക്കലും ഇല്ല. അപ്പൊ അതിനകത്തുള്ള പോളൻ ഗ്രെയിൻ അതിന്റെ തന്നെ സ്റ്റിഗ്മയിലേ വന്ന് വീഴത്തുള്ളൂ എന്ന് പറഞ്ഞാൽ അവിടെ ഓട്ടോഗമി മാത്രമേ പോസിബിൾ ആവൂ. അപ്പൊ ക്ലീസ്റ്റോഗാമസ് ഫ്ലവേഴ്സിൽ ഓട്ടോഗമി മാത്രമേ പോസിബിൾ ആവൂ. ഇത് സാധാരണ പ്ലാന്റ് കിങ്ഡത്തിലുള്ളവർക്കൊന്നും വലിയ താല്പര്യം ഇല്ലാതെ, അതുകൊണ്ട് അധികം നമ്മൾ കോമൺ ആയിട്ട് അങ്ങനെ കാണുന്നുമില്ല. അത് ഇപ്പൊ ക്ലിയർ ആണല്ലോ, അതാണ് ഓട്ടോഗമി എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ടൈപ്പ്, അതിനെ വിളിക്കുന്ന പേരാണ് ഗെയ്റ്റനോഗമി. ഗെയ്റ്റനോഗമി എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ചെടി, ആ ചെടിയിൽ തന്നെയുള്ള 2 പൂക്കൾ, ഈ പൂവിലെ പോളൻ ഗ്രെയിൻ അതേ ചെടിയിലെ തന്നെ മറ്റൊരു പൂവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പൊ ഒരു ചെടി 2 പൂക്കളുണ്ട്, പക്ഷെ ഒരു ചെടിയിൽ തന്നെയാണ് ആ 2 ഫ്ലവേഴ്സ് നിൽക്കുന്നത്. ഒരു ചെമ്പരത്തിൽ തന്നെ നിൽക്കുന്ന 2 ചെമ്പരത്തി പൂക്കൾ. അപ്പൊ ഒരു ചെടിയിലെ തന്നെ 2 പൂക്കളാണ്. ഒരു പൂവിൽ നിന്ന് മറ്റൊരു പൂവിലേക്ക് പോളൻ ഗ്രെയിൻ ട്രാൻസ്ഫർ ചെയ്താൽ അതിനെ വിളിക്കുന്ന പേരാണ് ഗെയ്റ്റനോഗമി.
കാണുമ്പോൾ നമുക്ക് തോന്നും ക്രോസ് പോളിനേഷൻ ഒക്കെയാണെന്ന്, കാരണം ഒരു പൂവിൽ നിന്ന് മറ്റൊരു പൂവിലേക്കാണെന്ന്. പക്ഷെ രണ്ടിന്റെയും പ്രൊഡ്യൂസർ ഒന്ന് തന്നെയല്ലേ. അപ്പൊ ജനറ്റിക്കലി ഇവിടെ വലിയ വ്യത്യാസമൊന്നുമില്ല. ഇതൊക്കെ ഏകദേശം ഒരേപോലെ തന്നെയാണ് ജനറ്റിക്കലി. കാരണം എല്ലാവരുടെയും DNA എല്ലാവരുടെയും ബാക്കി സെൽ എല്ലാം സെയിം തന്നെയല്ലേ. ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ എവറിത്തിങ് ഇസ് സെയിം. സോ ജനറ്റിക്കലി അവിടെ വലിയ വ്യത്യാസമില്ല. അത് ഏതുപോലെ തന്നെ സെൽഫ് പോളിനേഷൻ പോലെ തന്നെ. പക്ഷെ ഫിസിക്കലി കാണുമ്പോഴോ ഒരു പൂവിൽ നിന്ന് മറ്റൊരു പൂവിലേക്ക്. അപ്പൊ കാണുമ്പോൾ അത് ക്രോസ് പോളിനേഷൻ ആണ്, പക്ഷെ ജനറ്റിക്കലി ഇതൊരു സെൽഫ് പോളിനേഷൻ ആണ്. ഈ പോളിനേഷനാണ് ഗെയ്റ്റനോഗമി എന്ന് പറയുന്നത്. അതായത് ഇറ്റ് ഈസ് എ ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻ ഫ്രം വൺ ഫ്ലവർ ടു അനദർ ഫ്ലവർ ഓഫ് ദി സെയിം പ്ലാന്റ്, ഒരേ പ്ലാന്റ്. And this is physically it is a cross pollination, but genetically it is a self pollination or autogamy. ഇതിനെയാണ് ഗെയ്റ്റനോഗമി എന്ന് വിളിക്കുന്നത്. ഇനിയാണ് യഥാർത്ഥ രാജാവ് വരുന്നത്. അതാണ് നമ്മുടെ ക്സെനോഗമി. ക്സെനോഗമി എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതൊരു ചെടി, ആ ചെടിയിലെ ഒരു ഫ്ലവർ, ഇത് വേറൊരു ചെടി, ആ ചെടിയിലെ വേറൊരു ഫ്ലവർ. അപ്പൊ ഇതിലെ പോളൻ ഗ്രെയിൻ മറ്റൊരു ഫ്ലവറിലെ വേറൊരു ചെടിയിലെ വേറൊരു പൂവിലേക്ക് വന്ന് വീഴുമ്പോൾ അതിനെയാണ് ക്സെനോഗമി എന്ന് വിളിക്കുന്നത്. അതായത് ട്രൂ ക്രോസ് പോളിനേഷൻ. പ്രകൃതിക്ക് ഏറ്റവും ഇഷ്ടം ഇതാണ്. കാരണം ഇങ്ങനെ നടന്നാലേ പുതിയ പുതിയ വെറൈറ്റികളൊക്കെ ഉണ്ടാവത്തുള്ളൂ. അപ്പോ ഒരു ഫ്ലവർ ഓഫ് ഒരു പ്ലാന്റ്, അതിൽ നിന്നുള്ള പോളൻ ഗ്രെയിൻ മറ്റൊരു ചെടിയിലെ ഫ്ലവറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻ ഫ്രം വൺ ഫ്ലവർ ടു അനദർ ഫ്ലവർ ഓഫ് ഡിഫറെന്റ് പ്ലാന്റ്സ്. അതിനെയാണ് നമ്മൾ ക്സെനോഗമി എന്ന് വിളിക്കുന്നത്, ഓർ ട്രൂ ക്രോസ് പോളിനേഷൻ. ഇത് കാഴ്ചയിൽ മാത്രമല്ല ജനറ്റിക്കലിയും ക്രോസ് പോളിനേഷൻ ആണ്. അപ്പൊ ഇത് ക്ലിയർ ആണല്ലോ. ഇനി ആരാ ഈ പോളൻ ഗ്രെയിൻസിനെ ഇവിടുന്ന് അക്കരയ്ക്ക് കൊണ്ടാക്കുന്നത്? ഒരു പൂവിൽ നിൽക്കുന്ന പോളൻ ഗ്രെയിൻ ഇവിടെ നിന്നാൽ അപ്പുറത്തേക്ക് പോണ്ടേ? അക്കരെ ഇക്കരെ നിന്നാൽ ആശ തീരൂ? അവരൊരിടത്തേക്ക് കൊണ്ടുപോണ്ടേ നമുക്ക്? ആര് കൊണ്ടുപോകും? ഈ കൊണ്ടുപോകുന്നവരെയാണ് നമ്മൾ പോളിനേറ്റിംഗ് ഏജന്റ്സ് എന്ന് വിളിക്കുന്നത്, പോളിനേഷൻ ഏജന്റ്സ് എന്ന് വിളിക്കുന്നത്, പോളിനേറ്റേഴ്സ് എന്ന് വിളിക്കാറുണ്ട്. അപ്പൊ ആരാ ഈ പോളിനേറ്റേഴ്സ്? അത് ജീവനുള്ള ആൾക്കാരും ഉണ്ട്, ജീവനില്ലാത്ത ആൾക്കാരുണ്ട്. ബയോട്ടിക് പോളിനേറ്റേഴ്സും ഉണ്ട്, അബയോട്ടിക് പോളിനേറ്റേഴ്സും ഉണ്ട്. ബയോട്ടിക് എന്ന് പറയുമ്പോഴത്തേക്കും ഇൻസെക്റ്റുകൾ അതിനകത്ത് വരുന്നുണ്ട്, അനിമൽസ് അതിനകത്ത് വരുന്നുണ്ട്, ഹ്യൂമൻ ബീങ്സ് അതിനകത്ത് വരുന്നുണ്ട്, ബേർഡ്സ് അതിനകത്ത് വരുന്നുണ്ട്. അബയോട്ടിക് എന്ന് പറയുമ്പോൾ കാറ്റ്, വിൻഡ്, ദെൻ വാട്ടർ, ഇവരെല്ലാം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ അങ്ങനെ നമുക്ക് അബയോട്ടിക് പോളിനേറ്റേഴ്സിലും നമുക്ക് 3 പേരെയാണ് പ്രധാനമായിട്ട് പഠിക്കാനുള്ളത്. അതായത് വിൻഡ് പോളിനേഷൻ, ഇൻസെക്ട് പോളിനേഷൻ ആൻഡ് മൂന്നാമത് വാട്ടർ പോളിനേഷൻ. നോക്കാം നമുക്ക് എന്തൊക്കെയാണെന്ന്. The first one is നമുക്ക് ഇൻസെക്ട്സിലേക്ക് പോകാം. ഓക്കെ, ദാറ്റ് ഈസ് കോൾഡ് entomophily. Entomophily, that is the pollination by insects. അപ്പൊ നമ്മൾ ഒരു നല്ല അടിപൊളി ഒരു ഫ്ലവർ, ആ ഫ്ലവറിലേക്ക് ഒരു വണ്ട് ഇങ്ങനെ വരുക. ആ വണ്ട് അവിടേക്ക് വരാനുള്ള കാരണം എന്താ? അതായത് ഇൻസെക്ട് അവിടെ പോളിനേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് കാണുമ്പോൾ തന്നെ അതിനൊരു അട്രാക്ഷൻ തോന്നണം. നമുക്കറിയാം മിക്ക പൂക്കൾക്കും മഞ്ഞ നിറമാണ്. എന്തുകൊണ്ടാ മഞ്ഞ നിറം? കാരണം മഞ്ഞ നിറം ഭയങ്കരമായിട്ട് ഈ ഇൻസെക്റ്റുകളെ അട്രാക്ട് ചെയ്യിപ്പിക്കും. അതുകൊണ്ടാണ് നമ്മൾ അത്തരത്തിലുള്ള കീടങ്ങൾക്ക് വേണ്ടിയിട്ട് കെണി ഒരുക്കുമ്പോൾ മഞ്ഞ നിറത്തിൽ ഒരുക്കുന്നത്. കാരണം മഞ്ഞ കണ്ടാൽ അവന്മാർ പെട്ടെന്ന് മഞ്ഞളിച്ചിങ്ങ് പോരും. അപ്പൊ അതുപോലെ തന്നെയാണ് ഫ്ലവേഴ്സ് യെല്ലോ കളർ. അപ്പൊ നല്ല കളർഫുൾ ഫ്ലവർ ആയിരിക്കണം. പിന്നെ അടുത്തേക്ക് വരണമെങ്കിൽ ഇങ്ങനെ മണപ്പിച്ചായിരിക്കും അവർ വരുന്നത്. അപ്പൊ ആ ഫ്രാഗ്രൻസ് അതിനകത്ത് ഉണ്ടായിരിക്കണം. എന്തിനാ വരുന്ന? പൂവിനെ കാണാൻ വരുന്നതാണോ? അല്ല, തേൻ കുടിക്കാൻ എത്തുന്നതാണ്. അപ്പൊ അതിനകത്ത് നെക്ടർ ഉണ്ടായിരിക്കണം. ആക്ച്വലി ചെടി എന്തിനാണ് ഇതൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്നത്? അത് ഇവ ഇവിടെ വന്ന് ഇങ്ങനെ തേൻ കുടിച്ചിട്ട് പോകുമ്പോൾ അതിന്റെ കാലിൽ എന്ത് ഒട്ടിപ്പിടിക്കണം? ഈ പോളൻ ഗ്രെയിൻസ് ഒട്ടിപ്പിടിക്കണം. അപ്പൊ പോളൻ ഗ്രെയിൻ എങ്ങനെയുള്ളതായിരിക്കണം? അത് നല്ല സ്റ്റിക്കി പോളൻ ഗ്രെയിൻസ് ആയിരിക്കണം. അതുപോലെ 1-2 പോളൻ ഗ്രെയിൻ പോരാ, ഇഷ്ടം പോലെ പോളൻ ഗ്രെയിൻ, ന്യൂമറസ് പോളൻ ഗ്രെയിൻസ് അവിടെ ഉണ്ടായിരിക്കണം. സ്റ്റിക്കി നേച്ചറും ആയിരിക്കണം. ഇനി പോളൻ ഗ്രെയിൻ എവിടെയെങ്കിലും കയറി ഒളിച്ചിട്ട് കാര്യമില്ല, അത് എക്സ്പോസ്ഡ് ആയിട്ട് പുറത്ത് വന്നിരിക്കണം. അതുപോലെ സ്റ്റിഗ്മയും എക്സ്പോസ്ഡ് ആയിരിക്കണം. കാരണം വേറൊരു ചെടിയിലേക്ക് ഇത് പോകുമ്പോൾ ആ സ്റ്റിഗ്മയിൽ വേണം ഈ പോളൻ ഗ്രെയിൻ വന്ന് വീഴാൻ. അപ്പോൾ സ്റ്റിഗ്മ ആൻഡ് പോളൻ ഗ്രെയിൻ ആന്തർ വിൽ ബി എക്സ്പോസ്ഡ്. സ്റ്റിക്കി ആയിട്ടുള്ള പോളൻ ഗ്രെയിൻസ് ആയിരിക്കണം. അത് ഇഷ്ടംപോലെ ന്യൂമറസ് നമ്പർ അവിടെ ഉണ്ടായിരിക്കണം. അതിനകത്ത് ഷോയി ഫ്ലവർ ആയിരിക്കണം. ആ ഫ്ലവറിൽ നിന്ന് നെക്ടറും ഫ്രാഗ്രൻസ് ഒക്കെ ഉണ്ടായിരിക്കണം. ഇതാണ് entomophily ചെയ്യണമെങ്കിൽ ആ ചെടിക്ക്, ആ ഫ്ലവറിന് വേണ്ട ക്യാരക്ടേഴ്സ്. ആൻഡ് ദിസ് ഈസ് എ വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. നിങ്ങളുടെ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് entomophilic ഫ്ലവേഴ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്. മറക്കില്ലല്ലോ. അത് മനസ്സിൽ ഇങ്ങനെ ഇമാജിൻ ചെയ്ത് അങ്ങ് എഴുതിയാൽ മതി. ഒരിക്കലും മറക്കില്ല. കാരണം ഇത് ഏതൊരു കൊച്ചുകുട്ടിക്ക് മനസ്സിലാവുന്നതേ ഉള്ളൂ.
അല്ലേ? വളരെ ഈസി കാര്യമല്ലേ? ഇനി രണ്ടാമത് വിൻഡ് പോളിനേറ്റ് ചെയ്യുന്നത്. വിൻഡ് പോളിനേറ്റ് ചെയ്താൽ അതിനെ വിളിക്കുന്ന പേരാണ് അനിമോഫിലി. കാറ്റ് പോളിനേറ്റ് ചെയ്യുന്നത്, വിൻഡ് പോളിനേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ ഉദാഹരണം അതിനൊരു എക്സാമ്പിൾ വേണമെങ്കിൽ പറഞ്ഞുതരാം. നമ്മൾ മറ്റേ ഈ പുഴയും കടന്ന സിനിമയൊക്കെ കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ ഭാരതപ്പുഴയുടെ തീരത്തൂടെയൊക്കെ എപ്പോഴെങ്കിലും യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഫുള്ളും ഈ വെള്ള കളർ തൂവാല പോലെ നിൽക്കുന്ന ഒരു ഗ്രാസ് ടൈപ്പ് ചെടി അവിടെ നിൽപ്പുണ്ട്. ഇത്തിരി വലുതാണ്, നല്ല ഹൈറ്റിലാണ് അത് വളരുന്നത്. അതൊക്കെ ഇങ്ങനെ നമ്മൾ പല സിനിമകളിലും കണ്ടിട്ടുണ്ട്. അതൊക്കെ അവർ ഈ പ്രത്യേകിച്ച് ആക്ട്രസ് ആയിട്ടുള്ള ഒരു പാട്ടിന്റെ കൂടെ അതൊക്കെ വെച്ച് ഇങ്ങനെ കളിച്ചൊക്കെ പോകുന്നത്. സോ അതാണ് വിൻഡ് പോളിനേറ്റ് ചെയ്യുന്ന ചെടികളുടെ ഒരു പ്രത്യേകത. അത് വെച്ച് തന്നെ നിങ്ങൾക്ക് പഠിക്കാം. അത് കാണുമ്പോൾ തന്നെ അറിയാം ഇതുപോലെ ഇങ്ങനെ അത് ഇരിക്കുന്നത് തന്നെ, തൂവലുകൾ പോലെ ഇങ്ങനെ ഇരിക്കും. കണ്ടിട്ടുണ്ടാവും നിങ്ങൾ, പലരും അത് വെച്ച് കളിച്ചിട്ടൊക്കെ ഉണ്ടാവും. സോ ആ ചെടിയുടെ പ്രത്യേകത നോക്കിയേ, കാറ്റാണ് അവിടെ പോളിനേഷൻ ചെയ്യുന്നത്. കാറ്റ് നല്ല കളർഫുൾ ചെടി ഉണ്ടെങ്കിൽ കാറ്റടിക്കൂ എന്നൊക്കെ ഉണ്ടോ? ഇല്ലല്ലോ. കാറ്റിന് അങ്ങനെയൊന്നുമില്ല, കാറ്റ് എവിടെ കൂടി അടിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ കളർഫുൾ ആവേണ്ട കാര്യമില്ല. ഇതൊരു വെളുത്ത കളറല്ലേ, ഇതിന് കളർഫുൾ ഒന്നും അല്ല ഇത്. പിന്നെ ഇത് മണം ഉണ്ടെങ്കിലേ, തേൻ ഉണ്ടെങ്കിലേ വരൂ എന്ന് വല്ല നിർബന്ധമുണ്ടോ കാറ്റിന്? അങ്ങനെ ഒന്നും ഇല്ലല്ലോ. അപ്പൊ ഇവിടെ തേനിന്റെ ആവശ്യമില്ല, മണത്തിന്റെ. ആരും ഇതെടുത്ത് വെച്ച് മണപ്പിച്ചിട്ട് ആഹാ നല്ല മണം എന്ന് പറയാറില്ല. കാരണം അതിന്റെ ഒന്നും ആവശ്യമില്ല അവിടെ. പിന്നെ എന്താ ആവശ്യം? ഈ കാണുന്ന ഫെദേഴ്സ്. ഇതെന്താ സാധനം? ഇത് സ്റ്റിഗ്മയാണ്, ഫെദറി സ്റ്റിഗ്മ. നമ്മുടെ മെയ്സ് ഒക്കെ നിങ്ങളുടെ വീട്ടിൽ വളർത്തിയിട്ടുള്ളവർക്ക് അറിയാം. അതായത് നമ്മുടെ ചോളം വളർത്തുമ്പോൾ അതിലിങ്ങനെ നാരുപോലെ മുടി പോലെ ഇങ്ങനെ കിടക്കും, നല്ല രസമാണ് കാണാൻ. അതൊക്കെ ഈ ഫെദറി സ്റ്റിഗ്മയാണ്. ഈ കിടക്കുന്ന മെയ്സിലൊക്കെ കിടക്കുന്ന ഫെദറി സ്റ്റിഗ്മ. അത് ഫെദറിയാണ്, തൂവലുകൾ പോലെ കിടക്കും. കാര്യം എന്താ? എങ്കിലേ കാറ്റിന് ഇതിന്റെ ഇടയിൽ കൂടി പോകാൻ പറ്റുള്ളൂ. കാറ്റ് ഇതിനിടയിലൂടെ ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ പോളൻ ഗ്രെയിൻസ് എല്ലാം പൊട്ടി പോലെ പറന്ന് അതിന്റെ കൂടെ അങ്ങ് പോകും. അപ്പൊ പോളൻ ഗ്രെയിൻസ് എങ്ങനെയുള്ളതായിരിക്കണം? നോൺ സ്റ്റിക്കി ആയിരിക്കണം, അതിൽ ഒട്ടിപ്പിടിച്ചിരിക്കരുത്, കാറ്റിന്റെ കൂടെ പറന്നു പോകണം. സോ നോൺ സ്റ്റിക്കി ആൻഡ് പൗഡർ ടൈപ്പ് ആയിരിക്കും അത്. ന്യൂമറസ് നമ്പറും കാണും, ലൈറ്റ് വെയിറ്റ് ആയിരിക്കും. വെയിറ്റ് ഒന്നും കാണില്ല, കാറ്റിന്റെ കൂടെ ഇങ്ങനെ പറന്നു പോകും, അപ്പൂപ്പൻ താടി പോകും പോലെ. അപ്പൂപ്പൻ താടി പോളിനേഷൻ അല്ല കേട്ടോ, അതൊരു വിത്താണത്. സോ എനിവേ, അപ്പൊ അങ്ങനെ അത് പോകുമ്പോ അവിടെ ഈ കാറ്റ് ഇങ്ങനെ പോകുമ്പോൾ പോളൻ ഗ്രെയിൻ കൊണ്ടുവരുന്ന ഒരു കാറ്റ് ഈ സ്റ്റിഗ്മയുടെ ഇടയിൽ കൂടി ഇങ്ങനെ പോകുമ്പോൾ അവിടെ പോളിനേഷൻ നടക്കും. സോ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാ? അവിടെ ഷോയി ഫ്ലവറിന്റെ ആവശ്യമില്ല, നെക്ടറിന്റെ ആവശ്യമില്ല, ഫ്രാഗ്രൻസിന്റെ ആവശ്യമില്ല. ഫെദറി സ്റ്റിഗ്മ ആയിരിക്കണം, നോൺ സ്റ്റിക്കി പോളൻ ഗ്രെയിൻസ് ആയിരിക്കണം, ലൈറ്റ് വെയിറ്റ് ഉള്ള പോളൻ ഗ്രെയിൻസ് ആയിരിക്കണം, ന്യൂമറസ് നമ്പർ ഉണ്ടായിരിക്കണം, ആൻഡ് വെൽ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ആന്തരം സ്റ്റിഗ്മയും ആയിരിക്കണം. ക്ലിയർ ആണല്ലോ? ഇതാണ് അനിമോഫിലിയുടെ ക്യാരക്ടറിസ്റ്റിക്സ്. ഇതും നിങ്ങൾക്ക് ഇമാജിൻ ചെയ്ത് എഴുതാവുന്നതല്ലേ ഉള്ളൂ. കാണാപാഠം ഒന്നും പഠിക്കേണ്ടതില്ല, മനസ്സിലാക്കി എഴുതിയാൽ മതി. ഇനി ലാസ്റ്റ് ഒരെണ്ണം കൂടി നമുക്ക് പഠിക്കാനുണ്ട്, അതാണ് ഹൈഡ്രോഫില്ലി. വാട്ടർ പോളിനേറ്റ് ചെയ്യുന്നതിനെയാണ് ഹൈഡ്രോഫില്ലി എന്ന് വിളിക്കുന്നത്. വാട്ടർ പോളിനേറ്റ് ചെയ്യുമ്പോൾ സാധാരണഗതിയിൽ ഇപ്പൊ ഉദാഹരണത്തിന് ഇതാണ് വാട്ടർ ലെവൽ എങ്കിൽ ചിലപ്പോ ആ ചെടി നിൽക്കുന്ന ലെവലിൽ നിന്നും അതിന്റെ സ്റ്റിഗ്മ ചിലപ്പോൾ മുകളിലോട്ട് നിൽക്കും, ചിലപ്പോൾ ആന്തർ ഇവിടെ ആയിരിക്കും ഇരിക്കുന്നത്. എങ്കിൽ അത് റിലീസ് ചെയ്യുന്ന പോളൻ ഗ്രെയിൻസ് ലൈറ്റ് വെയിറ്റ് ഉള്ളതായിരിക്കും. അതിങ്ങനെ പതുക്കെ പൊങ്ങി ഇവിടെ വരും. എന്നിട്ട് ഇതിങ്ങനെ ഒഴുകി ഇവിടെ എത്തി അത് പോളിനേഷനിൽ പങ്കെടുക്കുകയും ചെയ്യും. ചിലപ്പോൾ നേരെ തിരിച്ചും സംഭവിക്കാറുണ്ട്. പോളൻ ഗ്രെയിൻ മുകളിലായിരിക്കും റിലീസ് ചെയ്യുന്നത് ആൻഡ് സ്റ്റിഗ്മ താഴെ ആയിരിക്കും. എങ്കിൽ അത് താഴേക്ക് വന്നോളും. പിന്നെ മഴ വഴി, അതായത് അങ്ങനെയും വാട്ടർ പോളിനേറ്റ് ചെയ്യുന്ന ചില കേസസും ഉണ്ട്. നമുക്ക് അത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും ഇല്ല ഇതിനകത്ത്. കുറച്ച് എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. നമ്മളെ സോസ്റ്ററ, വാലിസ്നേറിയ, ഹൈഡ്രില്ല പോലെയുള്ള ചെടികളിൽ സാധാരണ ഈ പറയുന്ന വാട്ടർ ആണ് പോളിനേഷൻ ചെയ്യാനായിട്ട് സഹായിക്കുന്നത്. ഇതില് വാലിസ്നേറിയ, നമ്മുടെ സോസ്റ്ററ എന്ന് പറയുന്ന ഒരു കടലിൽ കാണപ്പെടുന്നതാണ്. ബാക്കി രണ്ടുപേരും അതായത് നമ്മുടെ റിവർ വാട്ടറിലൊക്കെ കാണപ്പെടുന്ന ചെടികളാണ്. അപ്പൊ ഇത്രയുമാണ് പോളിനേഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പഠിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. പോളിനേഷൻ ഇനി വളരെ ഈസി അല്ലേ? 3 ടൈപ്പ് പോളിനേഷൻ: ഓട്ടോഗമി, ഗെയ്റ്റ്നോഗമി, ക്സെനോഗമി. പോളിനേറ്റിംഗ് ഏജൻസ് ബയോട്ടിക്കും ഉണ്ട്, അബയോട്ടിക്കും ഉണ്ട്. അതിൽ 3 ടൈപ്പ് എക്സാമ്പിൾ പഠിച്ചു. ഇൻസെക്ട് പോളിനേറ്റ് ചെയ്യുന്നത് എന്റമോഫിലി, കാറ്റ് വിൻഡ് പോളിനേറ്റ് ചെയ്യുന്നത് അനിമോഫിലി, ആൻഡ് വാട്ടർ പോളിനേറ്റ് ചെയ്യുന്നത് ഹൈഡ്രോഫിലി. ഇതില് എന്റമോഫിലിയും അനിമോഫിലിയുടെയും ഫ്ലവേഴ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സും അടിപൊളിയായിട്ട് പഠിച്ചു തീർത്തു. ക്ലിയർ ആണല്ലോ ഇത്രയും? അപ്പൊ നന്നായിട്ട് പഠിക്കുക. ഇനിയും ടോപ്പിക്സ് വരുന്നുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കാരണം ഇനി 2 ദിവസത്തിനുള്ളിൽ വരുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾ കണ്ടിരിക്കണം. ലൈവ് ക്ലാസ് സൺഡേ ഉണ്ടാകും. നമുക്ക് സൺഡേ മോഡൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറും ഫർദർ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യാം. ചിലപ്പോൾ നിങ്ങൾക്ക് തിങ്കളാഴ്ച അത് ഉപകാരപ്പെട്ടേക്കാം. എന്തായാലും പഠിച്ചു വെച്ചിരിക്കുക. അപ്പോൾ ഇനിയും നാളെയും കുറച്ച് ക്ലാസ്സസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ക്ലാസ്സുകൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ കുറെ അപ്ലോഡും ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് കാണുക.
ബയോളജി ക്ലാസ്സസിന്റെ ലിങ്ക് ഞാൻ ഓൾറെഡി ഞാനൊരു പ്ലേലിസ്റ്റിനകത്ത് ഇട്ടിട്ടുണ്ട്. അതിൽ കുറച്ച് കുറവുണ്ട്, അതൊക്കെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. പിന്നെ പറ്റുമെങ്കിൽ ഞാൻ ഇതിന്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇതിന്റെ എല്ലാ വീഡിയോസിന്റെ ലിങ്ക് കൂടി ഒരുമിച്ചിട്ട്, അപ്പൊ നിങ്ങൾക്ക് കാണാനും എളുപ്പം വരും. അപ്പൊ എല്ലാം കണ്ട് തീർക്കുക, മാക്സിമം പഠിക്കാൻ പറ്റുന്ന അത്രയും പോർഷൻസ് പഠിച്ച് തീർത്ത് വേണം ബയോളജി എക്സാമിന് പോകാൻ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എനിക്ക് ചെയ്തു തരാൻ പറ്റുന്ന കാര്യം അത്രയേ ഉള്ളൂ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് മാക്സിമം ഷെയർ ചെയ്യുകയും വേണം. ഓക്കെ, അപ്പോൾ നിങ്ങളോടൊപ്പം എന്നും പഠനത്തിൽ ഞാനും കൂടെ ഉണ്ടാവും.